കല്യാണം നടത്തി താമസിയാതെ ഈ ബന്ധം ഉറപ്പിക്കാൻ എന്താ? എല്ലാവർക്കും എന്റെ മകളെ ഇഷ്ടപ്പെട്ടതിൽ സന്തോഷം. ഒരു കല്യാണം എന്ന് പറയുമ്പോ ചില നാട്ടു നടപ്പൊക്കെ ഇല്ലേ, അതെല്ലാം എന്നെ പുറകെ നടക്കും. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്റെ പ്രഭാര നീ ഒന്നും ഉണ്ടായിരിക്കും. ഒന്നല്ലെങ്കിലും പ്രായത്തെങ്കിലും മര്യാദ. നിന്റെ അച്ഛനല്ലേ? അച്ഛൻ മണ്ണാകത്ത. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെന്റെ ജീവിത പ്രശ്നമാണ്. അത് താർക്കാൻ ശ്രമിച്ചാൽ ഒരുത്തരം ചുമ്മാ ഇരിക്കട്ടാ. എടാ, എനിക്ക് വേറെ ഒരു മോനുണ്ട്. വേണമെങ്കിലേ ഇവനെ കൊണ്ട് ഞാൻ ആ പെണ്ണിനെ കെട്ടിക്കും. നീ കെട്ടുവോ? ആ കിട്ടും. എന്നാ കെട്ടിച്ചോ. കെട്ടും. പക്ഷേ മൂത്തവൻ നിൽക്കുമ്പം ഇളയനെ കൊണ്ട് എങ്ങനെ കെട്ടിക്കുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. അപ്പൊ നിന്റെ അച്ഛനും അമ്മയും ചട്ടാനും മണ്ടനും മൃഗം കെട്ടി സൂചിച്ചിരിക്കണം അല്ലേ? എന്നാ ഞാൻ ചാകുന്നതിന് മുമ്പ് നിന്നെ കൊല്ലത്തെ വേണ്ട ഞാൻ പറയാം. അങ്ങോട്ട് കേറി അന്ന് മുറിച്ചു വെച്ചേ. ഒന്നര കൊല്ലത്തിനുള്ളിൽ ഒരു പേരക്കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ മാതാവിനോ പിതാവിനോ മരണം വരെ സംഭവിക്കാവുന്നതാണ്. മനസ്സിലായി മനസ്സിലായി. നിങ്ങളെ എനിക്ക് വിശ്വാസം പോരാ. ഈ തൂക്കുകയറ് ശരിക്കും മുറിഞ്ഞില്ലെങ്കിൽ എന്റെ കാറ്റാ പോകുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങ്, ഞാൻ മുറിച്ചോളാം. ഇങ്ങോട്ട് ഇറങ്ങ്. നിങ്ങൾ ചെന്നേ അവനെ ഇങ്ങോട്ട് വിളിച്ചേ. നിന്റെ അമ്മയോട് തോന്നിച്ചാൻ പോകുന്നു. അയ്യോ പറയുന്നത് നിന്റെ അമ്മയോട് തോന്നിച്ചാൻ പോകുന്നു. ഇറങ്ങി പോകുന്നുണ്ടോ? മുടിഞ്ഞവനെ അങ്ങോട്ട് ചെല്ലാൻ. എന്താ നീ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവള് തൂങ്ങിച്ചാവുന്നാ പറയുന്നേ. നീ അങ്ങോട്ട് നേരിട്ട് ചെല്ലടാ. നേരാ നേരാ നേരാ. അതിനെ പൊന്നു പോലല്ലേ. വാ വേറെ ആളില്ലടാ. ഒന്ന് ചെന്നേ. ആ ചെല്ല്. സത്യമാണ് എന്റെ പൊന്നു മോനല്ലേ നീ കല്യാണം സമ്മതിച്ച മോന്. സത്യം സത്യം. വിളിക്ക് ചെല്ല് ചെല്ലു മോനെ. അമ്മേ വേണ്ട, ഞാനിപ്പോ ചാവും. നീ കല്യാണത്തിന് സമ്മതിക്കുന്ന. ഈ കല്യാണത്തിന് അമ്മേ നീ കല്യാണത്തിന് സമ്മതിക്കില്ലല്ലോ. വേണ്ട, എനിക്ക് സമ്മതമാണ്. അമ്മ എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്. ഒരു വർഷം ഹനുമാനെ സേവിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. എന്നാൽ ഇത് മാത്രമല്ല, പുറരാജ്യങ്ങളിലും അതിഭയങ്കരനായ ഒരു മൃഗങ്ങൾ തന്നെ അറിയപ്പെടും. ഇതെന്താണ്? പഴത്തില് ചൂട്ടിപ്പോ കാല് തന്നെയതാ. ചവിട്ടിയപ്പോ അത് മനസ്സിലായി. ആദ്യം അത് ഭാര്യ ഭർത്താവിനെ സ്വീകരിക്കുന്നത് പാല് കുളിപ്പിച്ചാണോ? ആണോ? പിന്നെ കൈ പാലുണ്ടെന്ന് അറിയാറില്ലേ? അറിയാം. അപ്പൊ അറിഞ്ഞോളുള്ള പ്രവൃത്തിയാണല്ലേ. ആദ്യ രാത്രി ഇതാവുമ്പോ ഇനി അങ്ങോട്ട് എന്തായിരിക്കും? സിംഗപ്പൂരിൽ കച്ചേരി ഉണ്ടാക്കാനെന്നും പറഞ്ഞ എന്റെ വായ അലുവായി കുത്തിക്കിട്ട് അങ്ങനെ ഇപ്പൊ ആരും തൂക്കട്ടെ.
ഉറക്കല്ലേ ഒറ്റടത്തിന് ഒറ്റ ഇടഞ്ഞ ഉറക്കല്ലേ കള്ളക്കളി എന്റെ അല്ല അവര് തമ്മിൽ കള്ളെ കൊല്ലിന്നുള്ള പേരുദോഷം കേൾപ്പിക്കാതിരിക്കാനാ എല്ലാവരും സമ്മതിച്ചത്. ഇങ്ങനൊക്കെ ആണെങ്കിൽ ആ പേര് നീ മേടിക്കും. അതിനിപ്പോ എന്തായാലും ഉണ്ടായിരുന്നു എന്റെ ഈ കോലം കണ്ടില്ലേ പുന്നാര മരുമോള് പാലഭിഷേകം നടത്തിയതാ. നീ അങ്ങോട്ട് മാറിക്കും. എന്താ മോളെ എന്താ ഉണ്ടായത്? പഴുത്തുള്ളി ചവിട്ടിയപ്പോ വീണതാ. ഇത്രേ ഉള്ളോ? എന്താ മോനെ അറിയാതെ അവളുടെ കാലൊന്ന് തെന്നി. നീ അങ്ങ് ക്ഷമിക്ക്. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ ഇങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കി ആൾക്കാർ ചിരിക്കും. എടാ നീ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്. മാസം 15 ഇനി ബാക്കിയുള്ളൂ. കാലം കാത്തു നിൽക്കൂല. നിങ്ങളുടെ ഭരണം എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. അതിലെനിക്കൊരു സംശയമില്ല. ആ മോളെ നീ ഒന്നും വിചാരിക്കണ്ട. ചെല്ലേ മോളാത്തിയല്ലേ. അകത്തേക്ക് വരുന്നതേ കൊള്ളാം. തറയക്കട തുടങ്ങിക്കണം പറഞ്ഞേക്കാം. എന്റെ പൊന്നു ഗുരുവായൂരപ്പ നീ തന്നെ ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിത്താ. എന്തോന്ന് പരിഹാരം? കല്യാണം കഴിച്ചു കൊടുത്ത പ്രശ്നം തീരുമെന്നാ വിചാരിച്ചേ. ഇവിടെ ഒരു പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. റോഷിനി നിനക്കൊരു ഫോൺ കോൾ ഉണ്ട്. ആരുടെയാ? ശബ്ദം കേട്ട് സ്ഥിരം കക്ഷി തന്നെയാണ് തോന്നുന്നു. ഇന്ന് ഞാൻ അവനോട് രണ്ട് പറഞ്ഞിട്ടുള്ളൂ. മറ്റു കാര്യം നീ ബഹളം വെക്കാതെ. നയത്തിൽ ആളാരാണെന്ന് മനസ്സിലാക്കണം. എന്തിനാ? നീ സന്തോഷത്തോടെ 4 വർത്തമാനം പറഞ്ഞിട്ട് നാളെ സൗകര്യമായിട്ടൊന്ന് കാണാൻ പറ്റുമോ, എവിടെ വരണം എന്ന് ചോദിക്കുക. ഓഹോ ആ കുരങ്ങിന്റെ മുഖം ഞാൻ കാണണമെന്ന് നീ പറയുന്നത്? ചുമ്മാ ജീടി. എന്നാലല്ലേ അവൻ കണ്ടു കൊടുക്കാൻ പറ്റൂ. നാളെ തമ്മിൽ കാണാൻ പറ്റുമെന്നോ? റോഷിനി തന്നെയാണോ സംസാരിക്കുന്നത്? അതെ. എവിടെ മീറ്റ് ചെയ്യാമെന്ന? ബേബി ഹോസ്പിറ്റലിന്റെ പുറകിലുള്ള ഗ്രൗണ്ടിൽ വെച്ച്. അവിടെ വെച്ച് കാണാം. പക്ഷേ റോഷിനി എന്നെ എങ്ങനെ തിരിച്ചറിയും? ആ അതൊരു പ്രശ്നമാണല്ലോ. ഒരു കാര്യം ചെയ്യാം. നല്ല ചുവപ്പ് ഷർട്ടും വെള്ള പാന്റും ഇട്ട് വന്നാൽ മതി. ഞാൻ തിരിച്ചറിഞ്ഞോളാം. കൃത്യം 8:30 തന്നെ വരണം കേട്ടോ. നാളെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒരുമിച്ചാവും. പറ്റുമെങ്കിൽ ഒരു മോർണിംഗ് ഷോയ്ക്കും പോവാം. ഓക്കെ? ഓക്കെ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. സ്വീറ്റ് ഡ്രീംസ്. സെയിം ടു യു. ഇരിക്കുന്നു കക്ഷി. വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നുള്ളൂ. നിങ്ങളൊക്കെ എന്താ അവിടെ? ഓ ഒന്നും അറിയത്തില്ലല്ലേ? എന്തോന്ന്? ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച്, പറ്റുമെങ്കിൽ ഒരു മോർണിംഗ് ഷോ. എന്താ മറന്നു പോയോ? ഉരുളാതെന്റെ അജ്ഞാത കാമുക ഒത്തിരി ഫോൺ ചെയ്യുമല്ലോ? ഒത്തിരി ഒന്നുമില്ല, അങ്ങനെ അത്യാവശ്യം വിളിക്കാറുണ്ട്. നല്ല ഷർട്ട്. താങ്ക് യു. അയ്യടാ പറഞ്ഞതുപോലെ നല്ല ചുവപ്പ് ഷർട്ടും വെള്ള പാന്റും. എന്താ എഴുതിയിരിക്കുന്നേ? സോക്കർ ടീം. ഇതുപോലുള്ള തെമ്മാടിത്തരം കാണിക്കരുതെന്ന് പറയാനായി ഞാൻ പോക്കൃത്തരം കളിക്കോട്ടെ പിശാച്. ഒറ്റ കീറി വെച്ചാണല്ലോ. കുറെ നേരമായി പോട്ടെ പോട്ടെ താനിക്കെട്ട് 2 എണ്ണം തരണമെന്ന് വെച്ചിട്ട് കുറെ നാളായി. കൊരങ്ങ എന്താ തന്റെ മനസ്സിലിപ്പ്? വലിയ സുന്ദരനാണെന്ന ഭാവം വേണ്ട കേട്ടോ. അതേടി നിനക്കെന്താ സംശയം? നീ ആരടി? മാനത്തിന് പൊട്ടി വീടോ ഊർവശിയോ? എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. അറിഞ്ഞ ഒരൊറ്റ ചവിട്ടിയും വെച്ചോണ്ടല്ലോ. കുട്ടിത്തേവാങ്ക തന്റെ പല്ലടിച്ച് താഴെയിടും. ഊരി ശവമ ഇവിടുന്ന്. എന്റെ സ്വഭാവം ശരിക്കറിയാൻ പറ്റില്ല. ശരിക്കും അറിഞ്ഞോ തന്നോണ്ട് നേരത്തെ തേക്കാൻ വായിൽ പല്ലുണ്ടാവില്ല കേട്ടോ. പല്ലെടുക്കാൻ പാടാ ഇങ്ങോട്ട്. കുറെ നാളെ എന്നെ ശല്യം തുടങ്ങിയിട്ട്. ഡെയിലി ഹോസ്റ്റലിലേക്ക് ഫോൺ ചെയ്യാ, ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട്, ഗ്രൗണ്ടിൽ കണ്ട്, റോഡിൽ കണ്ട്. നോക്കണേ എന്തിനാണ് ഞാൻ മോണ സ്ഥലത്തേക്ക് വന്ന് കുഞ്ഞു നോക്കി നിൽക്കണേ? നിന്റെ പുറകെ നടക്കുന്ന മോന്ത കണ്ടാലും മതി. ഈ നമ്പിച്ചിക്കൂട്ടോ ഒറ്റ ഫോണായിരുന്നു. നിങ്ങളുടെയൊക്കെ വീട്ടിലില്ലേ പെണ്ണുങ്ങള് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്നാ ഇവനെ നിന്റെ മോന്ത എന്നവർ ശരിയാക്കും. കിടന്ന് കൊണ്ടോ ആലുപലാതി. അയ്യോ തോന്നിയ സോറി, സ്വല്പം ലേറ്റ് ആയി പോയല്ലേ? രാത്രിയല്ലേ റോഷിനി പറഞ്ഞത്. ചുവപ്പ് ഷർട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു കട പോലും തുറന്നിട്ടില്ല. പിന്നെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് കട തുറപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട് വന്നതാ. അപ്പോ മനസ്സിലായില്ലേ? ഫോൺ, ബ്രേക്ക്ഫാസ്റ്റ്, മോർണിംഗ് ഷോ. സോറി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. അയാളാ ഇതിനൊക്കെ കാരണം. അയാളോ? കുറച്ചു നേരത്തെ ഇയാളാണെന്ന് പറഞ്ഞ് ഇയാളെ തല്ലി പഞ്ചറാക്കി.
എന്താ ഇത് ഇപ്പൊ പറയുന്നു ഇയാളല്ല അയാളാണെന്ന്. എന്താ ഇത് ഞങ്ങളെ കുറഞ്ഞു കളിപ്പിക്കുക? എന്താ നിന്റെ തലയ്ക്കുള്ള സുഖമില്ലേ? നാണക്കാരെ ഇവളുടെ കാര്യത്തിൽ നമ്മൾ കയറി ഇടപെട്ടാലേ നമ്മുടെ ഭാര്യയും കുട്ടികളും പട്ടിണിയാവും. ഐ എം സോ സോറി. അളിയാ, ഞായറാഴ്ച ആയതുകൊണ്ട് സ്റ്റുഡിയോ ഒഴിവായിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫറെ വീട്ടിൽ പോയി വിളിച്ചോണ്ട് വരികയായിരുന്നു. അതാ താമസം. ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഐ ആം സോറി. ഓടി ശവമേ. ഇതിനെല്ലാം കാരണക്കാരൻ അയാളാ. അടിക്കടാ, അടിക്കാൻ. ഈ കണ്ടീഷനിൽ വലിയ നീ എവനെ അടിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങളൊക്കെ കൂടി അടിക്കും. ഞങ്ങളുടെ ടീമിന്റെ അഭിമാനമാണ് പോകുന്നത്. അടിക്കാൻ, അടിക്കടാ, അടിക്കാൻ.